പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വിധിയെഴുത്തിന്റെ അന്തിമ ചിത്രം തെളിയുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച 2011 തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ആവേശത്തോടെയാണ് ജനങ്ങൾ ഇക്കുറി പോളിംഗ് ബൂത്തിലെത്തിയത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ റെക്കോർഡ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ വൻ മുന്നേറ്റത്തിന്റെ സൂചനകളാണെന്ന് പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം ഒരേ സ്വരത്തിലാണ് പ്രവചിക്കുന്നത്. ഭരണവിരുദ്ധം ആഞ്ഞടിച്ച ബംഗാൾ മണ്ണിൽ മോദി തരംഗവും മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹവും ഒത്തുചേർന്നപ്പോൾ ബിജെപി കേവല ഭൂരിപക്ഷം അനായാസം മറികടക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബംഗാളിലെ വോട്ടർമാരുടെ ഈ അസാധാരണമായ പ്രതികരണം തൃണമൂൽ കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. വോട്ട് വിഹിതത്തിലും സീറ്റുകളുടെ എണ്ണത്തിലും റെക്കോർഡ് ഭേദിക്കാൻ ഒരുങ്ങുന്ന ബിജെപി മെയ് 4 പുറത്തു വരുന്ന ഫലത്തിലൂടെ ബംഗാളിൽ പുതിയൊരു ചരിത്രം എഴുതാൻ തയ്യാറെടുക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പ് കണക്കാക്കിയാൽ മൊത്തത്തിൽ 92.47% വരുമെന്ന അന്തിമ കണക്ക് ഇന്നലെ രാവിലെയാണ് പുറത്തു വന്നത്. ബംഗാളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആണിത്. ബുധനാഴ്ച 2ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കുകൾ പുറത്തുവിട്ടത്. 2011 രേഖപ്പെടുത്തിയ 84.72% ഇതിനു മുമ്പ് ബംഗാളിലെ ഉയർന്ന പോളിംഗ്. അന്ന് 34 വർഷത്തെ CPM ദുർഭരണത്തെ തൂത്തെറിഞ്ഞാണ് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചത്. ബംഗാളിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അസാധാരണമായ കുതിപ്പ് പോളിംഗിൽ ഉണ്ടായാൽ അത് ഭരണവിരുദ്ധ വികാരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ബിജെപി ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിൽ അധികാരം ഉറപ്പിക്കുമെന്നാണ് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്നത്. ഭൂരിപക്ഷത്തിന് വേണ്ട 148 സീറ്റുകൾ ബിജെപി സഖ്യം അനായാസം മറികടക്കുമെന്നാണ് പ്രമുഖ ഏജൻസികളുടെ കണ്ടെത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം പ്രജാപോൾ ബിജെപിക്ക് 178 മുതൽ 208 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. പിമാർക്ക് 150 മുതൽ 175 സീറ്റുകൾ വരെയും മാട്രിക്സ് 146 മുതൽ 161 സീറ്റുകൾ വരെയും ബിജെപിക്ക് അനുകൂലമായി ഫലം പ്രവചിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് നില 100 മുതൽ 140 വരെയായി ചുരുങ്ങുമെന്നാണ് ഈ ഏജൻസികളെല്ലാം ഒരുപോലെ പറയുന്നത്. ഇത് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വോട്ട് വിഹിതത്തിലും ബിജെപി വലിയ മുന്നേറ്റം നടത്തിയതായാണ് കണക്കുകൾ പറയുന്നത്. പോൾ ഡയറിയുടെ കണക്കനുസരിച്ച് ബിജെപി 45.87% വോട്ട് വിഹിതം നേടുമ്പോൾ തൃണമൂലിന് 40.32% വോട്ട് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതേസമയം ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന ഇടതുമുന്നണിയും കോൺഗ്രസും ഇത്തവണയും ചിത്രത്തിലില്ലാത്ത അവസ്ഥയാണ്. ഇടതുപക്ഷത്തിന് പരമാവധി 3 സീറ്റുകൾ വരെ മാത്രമേ സർവേകൾ കൽപ്പിക്കുന്നുള്ളൂ. ഇക്കൂട്ടത്തിൽ താരതമ്യേന അപ്രസക്തമായ പീപ്പിൾസ് പൾസ് നടത്തിയ സർവേ മാത്രമാണ് മമതാ ബാനർജി അധികാരം നിലനിർത്തുമെന്ന് പ്രവചിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് 2013 ത്രിപുരയിലായിരുന്നു. ഇതിന് തൊട്ടു പിന്നിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലും. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. 6.81 കോടി വോട്ടർമാരുള്ള ബംഗാളിൽ ഭരണമാറ്റമുണ്ടാകുമോ അതോ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യം.